ഹായ് ഓൾ, വെൽക്കം ടു കോമ്പസ് അക്കാഡമി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നോർമലൈസേഷൻ നിങ്ങളുടെ റിസൾട്ടിനെ എങ്ങനെ ബാധിക്കും. പല കുട്ടികളും ആശങ്കപ്പെടുന്നതാണ്, സാറേ എങ്ങനെയാണ് നോർമലൈസേഷൻ വരുന്നത്, എങ്ങനെ ഞങ്ങളുടെ റിസൾട്ടിനെ അത് ബാധിക്കും എന്നുള്ളത്. ഓർക്കുക, നോർമലൈസേഷൻ ഡിഫിക്കൽട്ട് ഷിഫ്റ്റ് ചെയ്തവർക്കൊരു അനുഗ്രഹവും ഈസി ഷിഫ്റ്റ് ചെയ്തവർക്കൊരു ശാപവുമാണ്. അതെപ്പോഴും ഓർക്കുക. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ ഞാൻ എൻ്റെ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിനകത്തുനിന്ന് അതിൻ്റെ ഫുൾ ഡിസ്ക്രിപ്ഷൻ വിത്ത് എക്സാമ്പിൾ കാണാൻ പറ്റും. എന്നിരുന്നാലും ഒന്ന് പറഞ്ഞോട്ടെ, 2 ഷിഫ്റ്റ് നമ്മൾ കണ്ടു. IPS ക്ലർക്കിന് നവംബർ 28 ഈസി ആയിരുന്നു, ഡിസംബർ 2 ഡിഫിക്കൽട്ടായിരുന്നു. റോ സ്കോർ, അതായത് ടോട്ടൽ സ്കോർ നിങ്ങൾക്ക് 90 കരുതുക. അവിടെ ഡിസംബർ 2 ഡിഫിക്കൽട്ടിൽ ഒരാൾക്ക് 75 മാർക്കുണ്ടെന്ന് കരുതുക, നിങ്ങൾക്ക് 90. എന്നാൽ ആ 75 എന്തിലേക്ക് കൺവേർട്ട് ചെയ്യും? 90ലേക്ക് കൺവേർട്ട് ചെയ്യും വിത്ത് EQ പെർസെൻറ്റേജ് മെത്തേഡ്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ പറയുന്നു, ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയ്ക്കകത്ത് വിത്ത് എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഡിഫിക്കൽട്ട് ഷിഫ്റ്റിലുള്ളവർക്ക് 75 കിട്ടിയാലും അവരത് 90ലേക്ക് കൺവേർട്ട് ആകും. അവരുടെ മാർക്ക് ഇൻക്രീസ് ചെയ്യും. മറ്റുള്ളവരുടെ മാർക്ക് ഇൻക്രീസ് ആകത്തില്ല, പക്ഷേ അവർ 90 അത്രയും മേടിച്ചില്ലെങ്കിൽ, 90 ഞാനൊരു എക്സാമ്പിൾ പറയുന്നതാണ്, അവർക്ക് സെലക്ട് ചെയ്യപ്പെടാനുള്ള ചാൻസ് കുറവാണ്. സോ ഈസി ഷിഫ്റ്റിലുള്ളവർ സെലക്ട് ചെയ്യപ്പെടാൻ ചാൻസ് കുറയുന്നു. മറ്റുള്ളവർക്ക് മാർക്ക് കുറഞ്ഞാലും ആക്യുറേറ്റ് ആണെങ്കിൽ അവർ സെലക്ട് ആകാനുള്ള ചാൻസ് കൂടുന്നു. ഇതാണ് നോർമലൈസേഷൻ. ഫുൾ വീഡിയോ കാണും. താങ്ക് യു.